ആത്മാവിനെ അറിഞ്ഞവർ എല്ലാവരും ആത്മജ്ഞാനികളാണ് കേട്ടോ. ഭഗവാന്, അതായത് നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങൾക്ക് കൊടുക്കുന്ന പൂജയും വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ അതേ പ്രാധാന്യം നിങ്ങളുടെ കുടുംബത്തിലിരിക്കുന്നവർക്കും നിങ്ങൾ കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾ ചെയ്യുന്ന ആ പൂജ കാര്യങ്ങളെല്ലാമേ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റുന്നത് കേട്ടോ. അല്ലാതെ ഒരു പരിഹാരങ്ങളും നിങ്ങളെ രക്ഷിക്കില്ല. എവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം നോക്കിയാലോ ഒന്നും നിങ്ങൾക്ക് ഒരു രക്ഷയും കിട്ടത്തില്ല. അപ്പോൾ എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരിലും ശിവാംശമാണുള്ളത്. അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും ശിവഭഗവാൻ ഒരു കരുണ നിങ്ങളോട് കാണിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമല്ലേ? പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ശിവഭഗവാന് ഇഷ്ടപ്പെട്ട ചില വിഷയങ്ങളെ പറ്റിയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ശിവഭഗവാന് എന്താണ് ഇഷ്ടമുള്ള കാര്യം എന്ന് നമ്മൾ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഈ ശിവഭഗവാന് ഈ ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ഭഗവാൻ ഇഷ്ടമാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വിഷയങ്ങളും ഭഗവാന് പ്രിയപ്പെട്ടവയാണ്. അതിനേക്കാളൊക്കെ കുറിപ്പിട്ട ചില പൊരുളുകൾ മീത് ഭഗവാന് ഒരു വല്ലാത്ത ഒരു ഇഷ്ട കൂടുതലുണ്ട്. അപ്പോൾ അതെന്തെല്ലാമാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതെല്ലാം ജീവിതത്തെ നമ്മളതെങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടെ നമ്മൾക്കൊന്ന് ആലോചിക്കാം. അപ്പോൾ ഭഗവാന് ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് ഈ നാട്ടു പശുവിൻ്റെ പാല്. ഈ പാല് ഭഗവാന്റെ അഭിഷേകത്തിന് കൊടുക്കുകയോ ഇല്ലെങ്കിൽ അമ്പലങ്ങളിൽ അത് ദാനമായിട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പം ഭഗവാനത് ഇഷ്ടമുള്ള ഒരു വിഷയമാണ് കേട്ടോ. പിന്നീട് അതേപോലെ ചന്ദനം ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു മുഖ്യമായ ഒരു കാര്യമാണ്. ചന്ദനം എന്തിനാണ് അത് ശിവഭഗവാൻ അർപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അഗ്നിസ്വരൂപനാണ് ഭഗവാൻ. അഗ്നിസ്വരൂപനായിരിക്കുന്ന ഭഗവാന് ആ ചന്ദനത്തെ അഭിഷേകത്തിനായിട്ട് കൊടുക്കുമ്പോൾ അത് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ചന്ദനം എന്ന് പറഞ്ഞാൽ കുളിർച്ചയാണ്. ഭഗവാന്റെ ആ ഉഷ്ണത്തെ കുറയ്ക്കാൻ ഭഗവാനെ നമ്മൾ അർപ്പിക്കുന്ന ഒരു വിഷയമാണിത്, ആ ചന്ദനം. അപ്പോൾ അത് ഭഗവാന് ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി പറയുന്ന വിഷയം മുഖ്യത്തിലും മുഖ്യമായ ഒരു വിഷയമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഭസ്മം. ഈ ഭസ്മം നമ്മുടെ ശിവഭഗവാന് എളിമയായ ഒരു ദൈവമാണ്. ഒരുപാട് ആഡംബരങ്ങളോ അല്ലെങ്കിൽ ഇതുമേ ഭഗവാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദൈവമാണ്. അപ്പോൾ ഈ ഭസ്മത്തിന് ഭഗവാൻ മനസ്സിറങ്ങി നമ്മളോട് ഭയങ്കര സന്തോഷവും നമ്മളോട് ഇഷ്ടങ്ങളും തോന്നും. അതിനാൽ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് രുദ്രാക്ഷം. അത് ഏത് മുഖമായിരുന്നാലും ശരി, ഏത് മുഖമാണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നതെന്ന് വെച്ചാലും അത് ഭഗവാനെ മനസ്സാരെ പൂജിച്ചു വിട്ട് അതിനെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ടാൽ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതിനടുത്ത് നോക്കിയാൽ സുഗന്ധമുള്ള പൂക്കളോ ഇല്ലെങ്കിൽ ആയിരക്കണക്കിന് പണം മുടക്കി അലങ്കാരം ചെയ്യുന്നതോ നിങ്ങൾ ഏത് ചെയ്താലും ശിവൻ ഏത് ഇഷ്ടപ്പെടുമെന്നാ ചോദിച്ചാൽ കൂവളത്തിലായി. അതൊന്നു കൊടുത്താൽ മതി. അതുകൊണ്ടൊന്ന് അർച്ചന ചെയ്താൽ അത് മതി ഭഗവാന്. ഒരേ ഒരു കൂവളത്തിലെ കുറച്ച് വെള്ളം, ആ കൂവളത്തിലെയും വെള്ളവും ഭഗവാന് സമർപ്പിച്ചാൽ വേറെ ഏതുമേ വേണ്ട. നിങ്ങൾ ആഡംബരമായിട്ട് ഏത് പൂജയും ഭഗവാന് ചെയ്യേണ്ട. ആ ഒരു കൂവളത്തിലയിലും ആ കുറച്ച് വെള്ളത്തിലും ഭഗവാൻ നിങ്ങളുടെ മേലെ തൃപ്തനാകും. അതിൽ ആ ഒരു വിഷയത്തിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഭഗവാൻ പരിഗണിക്കും. ഇത്രയും വിഷയങ്ങളെയും താണ്ടി ഇന്നൊരു വിഷയമുണ്ട്. ആ വിഷയത്തെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ശിവൻ്റെ പരിപൂർണ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിന് യാതൊരു സംശയവുമില്ല. അതെന്തെന്ന് ചോദിച്ചാൽ ശിവൻ്റെ അമ്പലത്തിൽ ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഞാനത് പലവട്ടം പിന്തുടർന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഭഗവാൻ എനിക്ക് എത്ര പ്രശ്നങ്ങൾക്കിടയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യവും ആ പ്രശ്നങ്ങളൊക്കെ എനിക്ക് കർമ്മാക്കളാണെന്നുള്ളത് എനിക്കത് മനസ്സിലായി. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ എനിക്കത് പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് തന്നതും എന്നെ ഇവിടെ വരേക്ക് എത്തിച്ചതും അതുകൊണ്ടൊക്കെയാണെന്ന് ഉള്ളൊരു ബോധം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക.
എന്താണെന്ന് ചോദിച്ചാൽ ശിവൻ്റെ അമ്പലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പം അവിടെ ഒരു പുറം പണിക്കൊക്കെ നിൽക്കുന്ന ഈ അടിച്ചു വാരാനൊക്കെ നിൽക്കത്തില്ല. അത് ഈ ശിവൻ്റെ അമ്പലമല്ല, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കൂടെ അത് പറഞ്ഞിട്ടുണ്ട്. ഏത് അമ്പലത്തിൽ നിങ്ങൾ പോയാലും അവിടെ ഈ പുറം പണിക്കൊക്കെ നിൽക്കുന്ന ഈ തൂത്തുവാരാനും അമ്പലം വൃത്തിയാക്കാനൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ വിളിച്ച് അവരുടെ കയ്യിലൊരു ഒരു 100 രൂപ വെച്ച് കൊടുത്താൽ അവർ ഒരുപാട് സന്തോഷപ്പെടും. അവരുടെ ആ മുഖത്ത് കാണുന്ന ആ സന്തോഷം ഭഗവാൻ അവിടെ പ്രതിഫലിക്കും. അപ്പോൾ അതിലൂടെയൊക്കെ അതൊക്കെയാണ് ചെറിയ ചെറിയ അമ്പലത്തിൽ നമ്മളൊക്കെ പോകുമ്പോൾ ഉള്ള സൂക്ഷ്മങ്ങളായ കാര്യങ്ങൾ അതൊക്കെയാണ്. അതേപോലെ തന്നെ നമ്മൾ അമ്പലത്തിലോട്ട് പോകുമ്പം വാതിലിരുന്ന് നമുക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന 1 രൂപയൊന്നും ഇടരുത് കേട്ടോ, ദയവ് ചെയ്ത്. ഇപ്പോൾ 1 രൂപയൊക്കെ അത് ചേർത്ത് വെച്ച് അത് കൊണ്ടുപോയി അവർക്കൊന്നും വാങ്ങാൻ പറ്റില്ല. ഒരു ചായ കുടിക്കാനുള്ള ഒരു 10 രൂപയെങ്കിലും കുറഞ്ഞത് അത് നിങ്ങൾ അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് വേണം നിങ്ങൾ പോകാൻ കേട്ടോ. അല്ലാതെ ഈ 1 രൂപയൊക്കെ വാങ്ങിക്കൊടുത്താൽ അത് അവർക്ക് അതുകൊണ്ട് അത് എത്ര പേര് ഒരു 100 രൂപ വെച്ച് കൊടുത്തതിന് ശേഷമായിരിക്കും അവർക്ക് ആ പൈസ ഒരു ചായ കുടിക്കാനുള്ള പൈസ ചേരുന്നത്. അത് പലർ ചേർത്ത് അവർ ചെയ്യേണ്ട. അത് നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളൊരു ചായക്കുള്ള പൈസ അവർക്കത് കൊടുക്കുമ്പം അത് നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം, നിങ്ങൾ ചെയ്യുന്ന ആ പൂജയും കാര്യങ്ങളും, അകത്ത് പോയി ചെയ്യുന്ന ആ പൂജയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫലവത്തായി തീരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൂക്ഷ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ സൂക്ഷ്മങ്ങൾ. ഇപ്പോൾ ഈ മേൽപ്പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു മനസ്സില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നടന്നാൽ തന്നെയും അതുകൊണ്ട് നിങ്ങൾക്കൊരു പൂർണ്ണമായ സന്തോഷവും സംതൃപ്തിയും നിങ്ങൾക്ക് കിട്ടാനും വഴിയില്ല. ഇതൊക്കെ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കൂട്ടുകാരെ. ഇപ്പം ചോദിക്കുക എനിക്ക് എല്ലാ സൗകര്യത്തിലാണോ ഞാൻ ജീവിക്കുന്നത്? ഒരിക്കലുമല്ല. എനിക്ക് എൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾക്കിടയിലെല്ലാം ഞാൻ ധൈര്യമായിട്ട് മുന്നേറി പോകുന്നുണ്ട്. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ എനിക്ക് ഭഗവാൻ തരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നേറി പോകുന്നത്. ഇപ്പോൾ എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവർക്ക് കൂടി എൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി അറിയാം. ഈ വീഡിയോ എൻ്റെ നാട്ടിലുള്ളത് ആരെങ്കിലും കണ്ടാൽ കൂടെ എൻ്റെ പ്രശ്നങ്ങൾ അവർക്കറിയാം, ഞാൻ എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ അപ്പോഴും ഞാൻ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്, എന്തിനാണ്, ആരാണ് എൻ്റെ പിന്നിൽ നിന്ന് എനിക്ക് ശക്തി തരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തത് കൊണ്ടാണ് എന്നെ ഇപ്പോൾ ഈ ഭഗവാൻ സീമാജി വരേക്ക് എന്നെ എത്തിച്ചു നിർത്തിയത്. കാരണം ഞാൻ എല്ലാ പരിഹാരങ്ങളും ചെയ്താലും എത്ര പൂജകൾ ചെയ്താലും എൻ്റെ മനസ്സ് പല പ്രാവശ്യം പല ഇടങ്ങളിൽ പതറിപ്പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭഗവാൻ എന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ലാസ്റ്റിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഭഗവാൻ നേരിട്ട് വന്ന് എൻ്റെ മുന്നിൽ വന്ന് നിന്നു. നിൻ്റെ ഇതൊക്കെയാണ് നിൻ്റെ പ്രശ്നം, ഇതൊക്കെയുണ്ട്, നീ എനിക്ക് എത്ര ചെയ്തിട്ടും നിൻ്റെ പ്രശ്നങ്ങൾ ഇതുകൊണ്ടാണ് തീരാത്തതെന്ന് ഭഗവാന് പറഞ്ഞു തരാൻ പറ്റില്ല. ഭഗവാൻ എന്ന് പറഞ്ഞ ആ ഒരു ശക്തി മനുഷ്യരിൽ കൂടെ പ്രവർത്തിക്കാനേ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ സീമാജിയുടെ വീഡിയോ കാണുന്നത്. എൻ്റെ കർമ്മങ്ങളെപ്പറ്റി നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജനിച്ചതെന്നുള്ള ആ ഒരു സൂക്ഷ്മ സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് മക്കളെ നമ്മൾ ഇതിനകത്തുനിന്നെല്ലാം നമുക്ക് വെളിവരാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര അമ്പലങ്ങളിൽ പോയാൽ തീർത്ഥയാത്ര ചെയ്താലും ഹിമാലയത്തിൽ വരെ പോയെന്ന് പറഞ്ഞാലും കൈലാസത്തിലേറിയാലും നിങ്ങൾക്കതിനകത്തൊന്നും വിടുതല കിട്ടില്ല ആ സൂക്ഷ്മ സത്യങ്ങളെ മനസ്സിലാക്കാതെ. അതിനാണ് ഈ സീമാജിയെ പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. അതിനെ ആരും ഇപ്പം കൂടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ആ വീഡിയോയ്ക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഒരാൾ എനിക്ക് പറഞ്ഞിരിക്കുന്നു, ധ്യാനം വിട്ട് ജീവിക്കുന്ന സീമാജിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, പിന്തുടരുതെന്ന്. ഞാൻ അങ്ങർക്കുള്ള മറുപടി അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനതൊരു വീഡിയോ ആക്കണമെങ്കിൽ എനിക്കാക്കാം. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. ഒരു വിമർശനം എൻ്റെ ജോലിയല്ല. വിമർശനത്തിലേക്ക് ഞാൻ ഒരിക്കലും പോകുന്നില്ല. ഞാൻ അനുഭവിച്ച ജീവിത സത്യങ്ങളെ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിനിടയിൽ എനിക്ക് ആരുടെ ഒരു കാര്യങ്ങൾ പറയേണ്ട ഒരാവശ്യവുമില്ല. ഇപ്പം തന്നെ വേറൊരു കമൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിതിലൊന്നും വിശ്വാസം. അപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൻ്റെ താഴെയാണ് ആ കമൻറ്റ് വന്നിരിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നത്, അത് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അതും ഇതേമാതിരി തന്നെ. നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ അമ്പലത്തിൽ പോയി ചെയ്താലും നിങ്ങളുടെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാനുള്ള മനസ്സില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകളോ നിങ്ങൾ കാണിക്കുന്ന വ്രതങ്ങളോ നിങ്ങൾ ചെയ്യുന്ന ഒരു വിഷയങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. അതാണ് അതിൻ്റെ ആ ഒരു പ്രകൃതി നിയമം, അതാണ് പ്രകൃതി തത്വം, അതാണ്. എത്ര പേര് അതെല്ലാം മനസ്സിലാക്കി ചെയ്യുന്നു. അവർക്കെല്ലാവർക്കും ഏത് പ്രതിസന്ധി വന്നാലും, ഇപ്പോൾ ഒരു 10 പേര് നമ്മളിപ്പോൾ അടിക്കാൻ വന്നാലും നമുക്ക് തിരിഞ്ഞു നിന്ന് അവരെ ഒന്ന് നോക്കിയാൽ മതി. ഭഗവാൻ നമ്മുടെ പിന്നിലുണ്ടെന്നുള്ള ആ ഒരു ധൈര്യത്തിൽ അവരെ നോക്കിയാൽ മതി. അവർ നമ്മളെ ഒന്നും ചെയ്യില്ല. അവരങ്ങനെ തിരിഞ്ഞു പോയിക്കോളും. ആ ഒരു ധൈര്യം
ഏത് പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നാലും എനിക്ക് പിടിച്ച് നിൽക്കാനുള്ള ആ ഒരു മനധൈര്യം എനിക്കുണ്ടോ. ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം, ഓരോ പ്രശ്നങ്ങളും ഞാൻ ഫേസ് ചെയ്യുമ്പോൾ എൻ്റെ കടയിലെ സ്റ്റാഫുകളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഭയങ്കര വിൽ പവറാണ് നിങ്ങൾക്ക്, വിൽ പവർ ഒന്നുകൊണ്ട് മാത്രമാണ് ചേച്ചി ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ, എനിക്ക് ആ വിൽ പവർ ആര് തന്നതാണ്? എൻ്റെ ഭഗവാൻ തന്നതാണ്. ഏത് പ്രശ്നം വന്നാലും ഞാൻ 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 ധൈര്യമായിട്ട് തന്നെ ഞാൻ നിൽക്കുന്നത്. ചിലർ അത് ചോദിക്കും, ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതെന്ന്. അതെ, ഞാൻ പ്രശ്നങ്ങൾക്കിടയിലാണ്. പക്ഷേ ആ പ്രശ്നങ്ങൾ എൻ്റെ കർമ്മം കൊണ്ടാണെന്നുള്ളത് എനിക്ക് സീമാജി വഴിയാണ്, അതിനകത്തെ അഗാധമായ വീഡിയോകളെല്ലാം കണ്ടിട്ടാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ടും ഞാൻ അതിനകത്തുനിന്ന് വെളി വന്നിപ്പം അത് പൂർണ്ണമായിട്ടും ഞാൻ അതിനകത്തുനിന്ന് എല്ലാ പ്രശ്നവും വെളി വന്നിട്ട് ആ പ്രശ്നങ്ങളെ ഞാനിപ്പോൾ ധൈര്യമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ധൈര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയത്. ഏതൊരു പ്രശ്നം നിങ്ങൾക്ക് വന്നാലും ആ പ്രശ്നത്തെ എല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കരുത്താണ് എല്ലാവരും ആർജിക്കേണ്ടത് അതാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതിന് നമുക്ക് VMC മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരു ചാനലുകാരും നമ്മൾക്ക് അവർക്ക് പൈസ സമ്പാദിക്കണമെന്നോ, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു നല്ലൊരു വിഷയം പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മെമ്പർഷിപ്പിൽ പോയി നമ്മൾ പൈസ അവിടെ കെട്ടിവെച്ച് അതിനകത്ത് പോകുന്നവർക്ക് മാത്രമേ അവർ ആ നല്ല നല്ല വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സീമാജി എന്താ ചെയ്യുന്നത്? സീമാജി ചെയ്യുന്നത് ₹1 പോലും മേടിക്കാതെ ആ വിഷയങ്ങളെയെല്ലാം, സത്യങ്ങളെ മനസ്സിലാക്കി ഈ കലിയുഗത്തിൽ നിന്ന് സത്യയുഗത്തിലേക്ക് പോകുന്നതിന് മുൻപേ മനുഷ്യൻ്റെ പാപത്തെ എല്ലാം കഴുകിക്കളഞ്ഞ് അവരെല്ലാവരും പ്യൂരിഫൈ ആകാൻ വേണ്ടിയിട്ട് സീമാജി അത്ര വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം ആരും അത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ വിശ്വാസമില്ലാത്തവരോ നിതേമാരെയൊക്കെ പറയുമ്പം അതിന് മറുപടി ഒന്നും പറയാനില്ല. അത് പ്രകൃതി കൊടുക്കേണ്ടതാണ് അതിൻ്റെ മറുപടി. നമ്മളല്ല അതിന് മറുപടി കൊടുക്കേണ്ടത്. അത് പ്രകൃതി കൊടുക്കട്ടെ. അവരുടെ അനുഭവത്തിൽ കൂടെ അവരെ പ്യൂരിഫൈ ചെയ്ത് എടുക്കും പ്രകൃതി. അപ്പോൾ ആ പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന നഷ്ടങ്ങളെ നേരിടാനുള്ള മനക്കരുത്തും അവരെങ്ങനെയെങ്കിലും ആർജിക്കണം. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതിനു മുമ്പേ എന്തിനാണ് നമ്മൾ ആ വില കൊടുത്ത് വാങ്ങുന്നത് ആ കഷ്ടങ്ങളെ? അതിനു മുമ്പേ നമ്മൾ സത്യം മനസ്സിലാക്കി, നമ്മുടെ ആത്മാവിൻ്റെ തത്വങ്ങളെ മനസ്സിലാക്കി നമ്മൾ സ്വയം തിരുന്തുമ്പം എല്ലാ പ്രശ്നത്തിൽ നിന്നും നമ്മൾ വെളിയിൽ വന്നു. അതിനാണ് നമ്മളെ ശിവഭഗവാൻ അത് സഹായിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ശിവഭഗവാനായിട്ട് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ശിവഭഗവാനെ കുമ്പിടാനോ തുടങ്ങിയിട്ട് 1-2 വർഷമല്ല, ഞാൻ 6-7 വർഷമായിട്ട് ഞാൻ എൻ്റെ ഭഗവാൻ എൻ്റെ ഭഗവാന്റെ കൂടെ ഞാൻ കൂടിയതാണ്. ഭഗവാൻ എന്നെ ചേർത്ത് പിടിച്ചു, ഞാൻ ഭഗവാന്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോഴും മനസ്സ് പലവട്ടം പലയിടത്ത് തടുമാറിയിട്ടുണ്ട്, പലവട്ടം ഞാൻ തളർന്നു പോയിട്ടുണ്ട്. അവിടെ നിന്നല്ല എന്നെ ഓരോ വിഷയത്തിൽ ഓരോരുത്തരും മൂലം എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എന്നെ ജീവിതത്തിലേക്ക് ലാസ്റ്റ് കൂട്ടിയിട്ട് വന്ന സീമാജി. അപ്പോൾ ഇതിലാണ് ഞാനും ഉണ്ടായത്. ഇതിൽ നിന്നാണ് ഞാൻ എൻ്റെ അനുഭവങ്ങളെ ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ എന്താണ് എൻ്റെ ഡ്യൂട്ടി, എൻ്റെ കറക്റ്റായിട്ട് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ഈ സിദ്ധറുകളുടെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചാരിറ്റി ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള. പക്ഷേ എൻ്റെ ഫാമിലി സിറ്റുവേഷൻ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതിനൊന്നും എന്നെ സഹായിച്ചിട്ടില്ല. എനിക്കതിനുള്ള അങ്ങനെയുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ എങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എനിക്കിങ്ങനെ ചാരിറ്റി ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഈ ചെറിയ ചെറിയ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഞാൻ ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്ത് അവരെ ഭക്ഷണം കഴിക്കുന്ന കാണുമ്പം എനിക്ക് മനസ്സിലുള്ള ആത്മതൃപ്തി. ഒരു റോഡിൽ കൂടെ പോകുന്ന അല്ലെങ്കിൽ ആർക്കെങ്കിലും അന്നദാനം, അല്ലെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 രൂപ ആയിരക്കണക്കിന് മുടക്കി എനിക്ക് അന്നദാനം ചെയ്യാനുള്ള മാർഗ്ഗമില്ല. ഞാൻ വെക്കുന്ന ഭക്ഷണത്തിലെ ആദ്യത്തെ ഭക്ഷണം, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലെ ആദ്യത്തെ ഭക്ഷണം ഞാൻ അവർക്കാണ് മാറ്റി വയ്ക്കുന്നത്. ആ മാറ്റി വെച്ച് അങ്ങനെയാണ് ഞാൻ എൻ്റെ ചാരിറ്റി തുടങ്ങിയത്. അതെല്ലാം ഭഗവാൻ നോട്ടീസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ലാസ്റ്റിൽ ഇപ്പം ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അനുഭവിച്ച ആത്മജ്ഞാനങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാമെന്ന് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കൂട്ടുകാരെ. അപ്പം ഞാൻ ശിവന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത്ര വിഷയങ്ങൾ നിങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടും ഇനിയും അതിനു മേലെ നിങ്ങൾക്കൊരു സൂക്ഷ്മങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ അവിടെ അടിച്ചു തളിക്കുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങളൊരു 100 രൂപ കയ്യിൽ കൊടുത്തിട്ട് സന്തോഷമായിട്ട് ചിരിച്ച് അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വന്നിട്ട് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ വരുമ്പം നിങ്ങൾ എന്ത് കാര്യം ആഗ്രഹിച്ചു പോകുന്നു ആ കാര്യങ്ങൾ നിങ്ങൾ 100% നിങ്ങൾക്ക് സക്സസ് ആകും. അതങ്ങനെ ചെയ്യുമ്പം ഇതിന് ചെയ്താൽ എനിക്കൊരു നല്ലത് വരുമെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. എപ്പം നിങ്ങൾ സ്വാർത്ഥതയില്ലാത്ത ഒരു മനസ്സ് നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ സഹായിക്കണമെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അവിടെ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും കൂട്ടുകാരെ. അപ്പോൾ ഇനി എന്താണ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ഈ പ്രാർത്ഥനകളും കാര്യങ്ങളെല്ലാം കുറേ ഈ സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാവരും എന്താ പറയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ കുടിപ്പഴക്കമാണ്, എൻ്റെ ഭർത്താവ് ശരിയാകണം, എൻ്റെ ഭർത്താവ് ശരിയില്ല, മക്കൾ അനുസരണക്കേട് കാണിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തർ അമ്പലത്തിൽ പോകുമ്പോഴും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ അമ്പലത്തിൽ പോയി തിരിച്ച് നിങ്ങൾ വീട്ടിൽ വരുമ്പം ഇവരെല്ലാവരും
രൂപങ്ങളായിട്ട് നിങ്ങൾ അംഗീകരിക്കുക. ശിവൻ്റെ ആ ഒരു തദ്രൂപങ്ങളായിട്ട് നിങ്ങൾ അതിനെ കണക്കാക്കുക. അതാണ് ശിവൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ ഉയരങ്ങളും ശിവനുള്ളപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരും ശിവൻ്റെ അംശങ്ങളാണല്ലേ, അല്ലേ? അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പം ഭർത്താവിന് ഇപ്പോൾ ശിവന് നമുക്ക് ഇഷ്ടപ്പെട്ട ചന്ദനം വാങ്ങിക്കൊടുത്തു, പാൽ വാങ്ങിക്കൊടുത്തു, അതെല്ലാം ചെയ്തു കൊടുത്ത് വീട്ടിലേക്ക് വരുമ്പം ഭർത്താവ് ഒരു ഗ്ലാസ് കാപ്പി ചോദിക്കുമ്പം അവിടെ ഇരിക്കും, ഞാനിപ്പോൾ എടുത്തു തരാം എന്ന് പറയുമ്പം അവിടെ നിങ്ങൾ ആ ശിവന് കൊടുക്കുന്ന ആ ഒരു പൂജയും വഴിപാടും പരിഹാരങ്ങളൊന്നും ഇവിടെ നിങ്ങൾക്കത് അവിടെ മൈനസ് ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളവിടെ വന്ന് ആ ശിവരൂപമായിട്ട് ഭർത്താവിനെ കണ്ടു കഴിയുമ്പം അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പം അവിടെ, അതായത് ഇപ്പം നിങ്ങളൊരു എന്തെങ്കിലും ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പം ചെയ്തു കൊടുത്താൽ എൻ്റെ ഭർത്താവിൻ്റെ സന്തോഷമായി എനിക്ക് ഭർത്താവ് ഞാൻ ഉദ്ദേശിച്ച് വാങ്ങിത്തരും, ഇല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്കത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. എനിക്ക് ചെയ്യാനുള്ളൊരു കടമയാണത്. എൻ്റെ ഭർത്താവിന് ഞാൻ ചെയ്യേണ്ട, ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചെയ്യേണ്ട കടമയാണതെന്ന് വിചാരിച്ച് നിങ്ങളത് ചെയ്യുമ്പം അവിടെ ഭർത്താവിൻ്റെ മനസ്സ് സന്തോഷപ്പെട്ട് നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളിൽ പുള്ളിക്കാരനെ അന്വേഷിക്കാനും ഒക്കെ മുന്നിട്ട് വരും. അതേസമയം നിങ്ങളത് ഒരു പ്രതീക്ഷയോടെ നിങ്ങളൊരു പ്രതിഫലം പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ആ ഒരു കാര്യം ഭർത്താവിന് സേവ ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും അതിനകത്തൊന്നും ഭർത്താവിൻ്റെ മനസ്സിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു കടപ്പാടോ ഒന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെയാണ് മക്കളുടെ വിഷയങ്ങളിലും. നമ്മൾ പറയുന്ന എല്ലാം അനുസരിക്കണമെന്നുള്ള ഒരു യന്ത്രങ്ങളെ പോലെ നമ്മൾ മക്കളെ കണക്കാക്കാതെ അത് അവരോടും അത് അവരെൻ്റെ മക്കളായിട്ട് ജനിച്ചത് ഇന്നത് കാരണമാണെന്നുള്ള ആ ഒരു സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സ്വന്തം ബന്ധങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ മക്കളായിട്ട് വന്നത്, നമ്മുടെ ഭാര്യയായിട്ട് വന്നത്, നമ്മുടെ ഭർത്താവായിട്ട് വന്നത്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. നമ്മൾ ഈ അച്ഛൻ്റെ അമ്മയുടെയും മക്കളായിട്ട് നമ്മൾ ജനിച്ചത്. ഈ സത്യങ്ങൾ, ഈ ജന്മരഹസ്യങ്ങളെ എല്ലാം മനസ്സിലാക്കുമ്പോഴാണ് ഈ സൂക്ഷ്മങ്ങളെല്ലാം നിങ്ങൾക്ക് ഉൾക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആകാൻ പറ്റുന്നത്. അതായത് ഈ ഒരു വിഷയം, ഈ ജന്മരഹസ്യങ്ങളെ പറ്റി നിറയെ പേര് പറഞ്ഞാലും ഇത്രയ്ക്ക് പ്യൂരിഫൈ ആയിട്ട് പറഞ്ഞു തരാനും മനസ്സിലാക്കിക്കാനും ഈ ഒരു സീമാജിയെ കൊണ്ടല്ലാതെ ആരെക്കൊണ്ടും പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തളർന്നു പോകാതെ പിടിച്ചു നിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ചാനലിലേക്ക് പോയി അവിടെ സീമാജി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. അവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നതല്ല. ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ചാനൽ തുടങ്ങിയത്. എനിക്കറിയാവുന്ന കുറേ നല്ല നല്ല വിഷയങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ഞാൻ അനുഭവിച്ചത് നിങ്ങളോട് ഷെയർ ചെയ്യണം. ഇത് മാത്രമാണ്. ഇപ്പം ഞാൻ അനുഭവിച്ചത് സന്തോഷങ്ങളെന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ അങ്ങ് ഭയങ്കര ഒരു സുഖസൗകര്യങ്ങളുടെ ഉച്ചത്തിൽ വന്ന് നിൽക്കുകയാണെന്ന്. നിൽക്കുന്നതല്ല നമ്മുടെ ഒരു ജന്മരഹസ്യം എന്ന് പറയുന്നത്. അത് ഇപ്പം ഞാൻ ഏത് പ്രശ്നത്തിൻ്റെ ഇടയിൽ നിന്നാലും എനിക്ക് ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ, പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടോ, കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകാതെ എനിക്കത് പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമാണ്. അതാണ് നമുക്ക് വേണ്ടിയത്. ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കും വേണ്ടിയത്. ഓരോരുത്തരും തളർന്നു പോകരുത്. ഏത് പ്രശ്നം വന്നാലും അതിൻ്റെ പ്രശ്നങ്ങളുടെ മുന്നിൽ ഒന്നും തളർന്നു പോകാതെ ആ ജീവിത സത്യങ്ങൾ മനസ്സിലാക്കുമ്പം നിങ്ങൾക്ക് ഒരു രക്ഷയുണ്ടാകും. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ അവസാനമായി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഭഗവാന്, അതായത് നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങൾക്ക് കൊടുക്കുന്ന പൂജയും വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ അതേ പ്രാധാന്യം നിങ്ങളുടെ കുടുംബത്തിലിരിക്കുന്നവർക്കും നിങ്ങൾ കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾ ചെയ്യുന്ന ആ പൂജ കാര്യങ്ങളെല്ലാമേ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റുന്നത് കേട്ടോ. അല്ലാതെ ഒരു പരിഹാരങ്ങളും നിങ്ങളെ രക്ഷിക്കില്ല. എവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം നോക്കിയാലോ ഒന്നും നിങ്ങൾക്ക് ഒരു രക്ഷയും കിട്ടത്തില്ല. അപ്പോൾ എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരിലും ശിവാംശമാണുള്ളത്. അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും ശിവഭഗവാൻ ഒരു കരുണ നിങ്ങളോട് കാണിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.